ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ. നമ്മൾ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ നമ്മളൊരു ഹോം ടൂറിലോട്ട് പോവാണ് നമ്മുടെ സ്വന്തം വീട്. അപ്പോൾ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെ ഉണ്ട്. സ്റ്റാർട്ടിങ് കൊണ്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ. നമ്മളിത് തൂക്കിയിട്ടെന്താ വെച്ചാൽ ആരും നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ചിരിക്കാണ്ടിരിക്കരുത്. സോ അതുകൊണ്ടാണ് നമ്മൾ തൂക്കിയിട്ടത്. അപ്പോൾ ഇതിവിടെ മെയിനായിട്ട് തൂക്കിയിടുന്നതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ നമ്മളെ ഡോറിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന ആരും വിഷമിച്ചിരിക്കരുത്. സോ എവ്രിബഡി ഹാവ് ടു സ്മൈൽ. ഓക്കെ, അതുകൊണ്ട് വന്ന ആൾക്കാരൊക്കെ സ്മൈൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇല്ലാണ്ടൊന്നും പോയിട്ടൊന്നുമില്ല. അത് തന്നെ, എല്ലാവരും സ്മൈലൊക്കെ ചെയ്തിരിക്കുന്നത്. അതിന് നമുക്ക് കുറച്ച് ഒച്ചയെ പറഞ്ഞോ, പുറത്തായ കൊണ്ട് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതിയ ആൾക്കാരൊന്നും. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ അതാ നമ്മുടെ ഡോറ്. നമുക്ക് ഇത് കൂടെ നമ്മുടെ കുരങ്ങനെ ആരാ നോക്കുന്നതൊക്കെ നോക്കാം. പിന്നെ നമ്മൾ ഇവിടെ ഒരു എന്താ പറയുക, ഒരു TV, ഒരു ലിവിങ് റൂം ആണിത്. ഇവിടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അവിടെ ഞങ്ങൾ ഒട്ടിച്ച വോൾ സ്റ്റിക്കേഴ്സ് ഒക്കെ കാണുന്നുണ്ട്. അതിന്റെ പിന്നിലൊരു സ്റ്റോറി ഉണ്ട്. പുറത്തു പോവാം. ഇത് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റയിൽ നമ്മൾ റീല് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇത് ഒട്ടിക്കുന്നത്. ആക്ച്വലി ഇത് ഇവള് പെയിന്റ് അല്ല, അപ്പൊ ഒരു ഇങ്ങനെ ഒട്ടിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു വന്നെടുക്ക്. അപ്പൊ അത് ഒട്ടിച്ച് ഡബിൾ സൈഡ് ടേപ്പ് കൊണ്ട് ഒട്ടിച്ചതാ. അപ്പൊ ഒട്ടിച്ചപ്പോൾ അത് പറഞ്ഞു പോയിട്ട് അവിടുത്തെ പെയിന്റ് പോയിട്ട് പെയിന്റുകാരനെ വിളിച്ച് ഞാൻ അതൊന്നും അറിഞ്ഞിട്ടില്ല. പെയിന്റുകാരനെ വിളിച്ചപ്പോൾ പെയിന്റുകാരൻ ഞങ്ങളെ രണ്ടുപേരും നോക്കി നിൽച്ചിരിക്കും. ആരെന്നെ വിളിച്ചത്, ഇതിനൊക്കെ ആരെങ്കിലും വിളിക്കോ മോളെ എന്നാണ് ആ പുള്ളി ചോദിച്ചത്. അങ്ങനെ നമ്മൾ ഇത്തിരി ചമ്മി നാർപ്പോയായിരുന്നു. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഇത്തിരി ചമ്മലല്ലേ അല്ലേ? അതെ അതെ. എന്നിട്ട് നമ്മൾ അത് മറക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സാധനം. എന്തോന്ന് ബേബി എന്നെ പറയണ? അതിന് വോൾ സ്റ്റിക്കേഴ്സ് ആണ്, വേറെ പേരുണ്ടായിരുന്നു. ബട്ട് നമ്മള് റീലിട്ടിട്ടുണ്ട്. അപ്പൊ പോയി നോക്കിക്കോട്ടാം. അപ്പൊ നമുക്ക് പിന്നെ ഇതൊരു ബാൽക്കണി. ഞാനല്ലേ പറയണോ? ഓക്കെ, പറഞ്ഞു. ഇത് കാണിക്ക്. അതെന്താന്ന് വെച്ചാൽ പറഞ്ഞോടുക്ക്. അത് നമ്മുടെ മണാലി പോയപ്പോ നമുക്ക് കിട്ടിയതാണ് കേട്ടോ. നമ്മൾ വാങ്ങിയത് കിട്ടിയതല്ല. അപ്പൊ ഇവിടെ നമുക്ക് ഇത് 3 BHK ആണിത് ആക്ച്വലി. എന്നിട്ട് ഇതിന്റെ എന്താ പറയാ, ഇത് പുതിയ ഫ്ലാറ്റ് ആണ് കേട്ടോ. ഒരാളെ ഇതിന് മുന്നേ ഇവിടെ വന്ന് നിന്നിട്ടുള്ളൂ, രണ്ടാമത് നമ്മളാ വന്ന് നിന്നേക്കുന്നത്. അപ്പോ 3 BHK ആയതുകൊണ്ട് ഓണർക്ക് ഒരു സൈഡ് ഡൈനിങ് ടേബിൾ വേണമെന്നുണ്ടായിരുന്നു. ഡൈനിങ് ടേബിൾ അല്ല, ഡൈനിങ് റൂം. ഒരു സൈഡ് ഡൈനിങ്. അപ്പൊ ഡൈനിങ് റൂം വേണ്ടിന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബെഡ്റൂം മാറ്റിയിട്ട് ഒരു ഡൈനിങ് റൂം ആക്കി. അപ്പൊ ടോട്ടൽ ഇപ്പൊ നമുക്ക് ഇതൊരു 2 BHK ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇവിടെ എന്റെ ഫേവറേറ്റ് ഇതാണ്, എന്റെ ആസനം, ഞാൻ വെക്കുന്ന സ്ഥലം. ഇവിടാണ് നമ്മൾ കൂടുതലും ടൈം ഇരിക്കുക. കാരണം വർക്കായിട്ടും അല്ലാണ്ടൊക്കെ നമുക്ക് സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു പ്ലേസ് ഇതാണ് കേട്ടോ. ഇത് ശരിക്കും അപ്പുറത്തായിരുന്നു, പക്ഷെ ഇതിപ്പോ നമ്മള് ഇന്ന് അറേഞ്ച് ചെയ്തപ്പോ അങ്ങോട്ട് മാറ്റിയിടണം. ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ നമ്മള് ഇവിടെ പറഞ്ഞോട്ട് വർക്ക് ചെയ്യാനിരിക്കും, പിന്നെ TV കാണാനിരിക്കും. പിന്നെ ഇവിടെ ഒരു ലിവിങ് ബീയിങ്ങും കൂടെ ഉണ്ട്. ഇവിടെ നമ്മളെ ചിങ്കു ജീവിക്കുന്നുണ്ട്, ചിങ്കു പാട്രിക്. കാരണം ഞങ്ങളെ കൺവട്ടത്ത് എപ്പോഴും ചിങ്കു ഉണ്ടാവണം. കണ്ടോ? അപ്പൊ നമ്മളെ ചിങ്കു അവിടെ ഉണ്ട് കേട്ടോ. ചിങ്കുവിന് വലിയ വീട് കൊടുക്കാൻ ആരും പറയരുത്, കാരണം ഇവിടെ കൊള്ളുന്നത് ചെറിയ വീടാണ്. പിന്നെ ചിങ്കു ചെറുതാണ്. ടെഡെക്സ് കിട്ടിയ ഒരു ട്രോഫി. പിന്നെ അതെ നമ്മുടെ ലിയോപ്പൻ ഇവിടെ ഇരിപ്പുണ്ട്. ലിയോന്റെ ഒരു ഓർമ്മക്കായിട്ട് ഞങ്ങൾ ലിയോ തിരുവല്ലയിലാണ് പോയത്. കുറച്ചൊരു ജോലി തിരുവല്ലയിലോട്ടാണ് പോയേക്കണേ ലിയോ. അപ്പൊ അവിടെ കുഴപ്പമില്ലാണ്ട് ഇരിക്കണ എടുക്കുക. ഞങ്ങൾ വീഡിയോ ഒക്കെ ചോദിക്കലുണ്ട്. അവനിപ്പോ ആരും എടുക്കാൻ സമ്മതിക്കുന്നില്ല, അവൻ പെട്ടെന്ന് ചൂടാവുക. ഞങ്ങളുടെ അടുത്തുനിന്ന് ചെറുതായിട്ട് വളർന്നുകൊണ്ട് ഞങ്ങൾക്ക് എടുത്ത് പീച്ചുന്ന സ്വഭാവം ഉണ്ടാകും, പ്രത്യേകിച്ച് എനിക്കാണ് ഇത്തിരി. അപ്പൊ അതിന്ന് രക്ഷപ്പെട്ടാണ് ഇപ്പൊ പയ്യനവിടെ ഇരിക്കണത്. പിന്നെ അതായത് നമ്മള് ഇവിടുന്ന് ഗുജറാത്തിൽ നിന്ന്, അത് പിന്നെ നമ്മൾ ഓൾറെഡി റീലല്ല ഷോർട്സ് ഇട്ടിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ പിന്നെ ചെറിയ ഫോട്ടോസ്, നമ്മുടെ പ്ലേ ബട്ടൺ ഉണ്ട്. പിന്നെ ഇതുള്ള ഒരു തല്ലിപ്പൊളി സ്പീക്കർ വാങ്ങിയതാണ്. അതെ, പിന്നെ കുറച്ച് ബുക്സ് ഒക്കെ കാണാൻ പറ്റും. ഞങ്ങൾ വായിക്കലില്ല, വായിക്കണം, പക്ഷെ വായിക്കണം. ഞങ്ങൾ വാങ്ങിയതാ. നമ്മള് ലാസ്റ്റ് വായിക്കണം വിചാരിച്ച് വാങ്ങിയ ബുക്ക് ഏതായിരുന്നു? ഏറ്റവും അവസാനമുള്ള മണി എന്ന് പറഞ്ഞിട്ട്. കാരണം മണി കൈകാര്യം ചെയ്യുന്നതിൽ ഞങ്ങൾ രണ്ടുപേരും മെച്ചപ്പെട്ട് വരുന്നേ ഉള്ളൂ. കുറച്ചൊരു പൊടിക്ക് ഒരു 10% ഒക്കെ മെച്ചമുണ്ടെന്നുള്ളൂ, അല്ലാതെ ഇങ്ങനെ മാനേജ് ചെയ്യാൻ അറിയാത്തോണ്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ലുലുവില് പോയപ്പോ വാങ്ങിയൊരു സംഭവം നമ്മൾ വായിച്ചിട്ടില്ല. മാത്രമല്ല നമ്മള് അതുപോലെ തന്നെ നമ്മള് വേറെ കുറച്ച് ബുക്സും വാങ്ങിക്കുന്നുണ്ടോ, മണി റിലേറ്റഡ്, മണി മാനേജിങ് സംതിങ്. പിന്നെ ഈ സൈഡ് ഹസലിന്റെ ഒരു ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വായിച്ചിട്ടില്ല, പക്ഷെ വായിക്കണം കരുതിക്കുകയായിരുന്നു.
പിന്നെ നമ്മൾ മെയിനായിട്ട് വേറെ ബുക്കാണ് വാങ്ങിയത്. ഇതൊക്കെ അതിന് മുന്നേ വേറെ വാങ്ങിയ ബുക്കാണ്. അതാണ് ഇതിനെപ്പറ്റി വെളിങ്ങനെ പറയാത്തത്. ദി ഓവർ തിങ്കിങ് ക്യൂർ. ഇത് എനിക്ക് വായിക്കണം എന്നുണ്ട്, പക്ഷെ ഒരു സമയം അങ്ങോട്ട് ഒത്തു വരുന്നില്ല. ഇത് നമ്മൾ ലുലുന്ന് വാങ്ങിയതാണ്. കാരണം നമുക്ക് രണ്ടുപേർക്ക് ഓവർ തിങ്കിങ് ഉണ്ട്. അവളേലും ഇവിടെ എനിക്കാണെന്ന് തോന്നല്ലേ. പിന്നെ നിങ്ങൾ വിചാരിക്കും എന്താണ് ടെലിഫോൺ എന്ന്. അങ്ങനെ സെക്യൂരിറ്റി അങ്കിൾമാരെയൊക്കെ വിളിക്കാനൊക്കെ വേണ്ടിട്ട് ഞങ്ങള് അത് ഫ്ലാറ്റിലുള്ള ആൾക്കാരെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്തൊരു സെറ്റപ്പ്. പിന്നെ വൈഫൈ, ഇത് TV, നമ്മുടെ TV ഉണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മള് നേരത്തെ പറഞ്ഞോണ്ട് ഇവിടെ ഇരുന്ന് ജോലി ചെയ്യും, അവിടെ ഇരിക്കും. കൂടുതൽ ഇവിടെയാണ് ഇവിടെ മെയിൻ. ഇവിടെ ആയിരിക്കും നമ്മൾ മെയിൻ ആയിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നമ്മൾ കുറച്ചുകൂടെ വൃത്തിക്ക് സെറ്റ് ചെയ്തിട്ട് ഇനിയുണ്ട് സെറ്റ് ചെയ്യാന്. ഇവിടെയൊക്കെ നമ്മള് വോളില് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ ഇത്ര ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ ഇവിടെ ആമസോണിൽ നിന്ന് വാങ്ങിയത്. ഞാൻ ഉറങ്ങും, എനിക്ക് നൈറ്റ് ഷിഫ്റ്റ്, ഇവള് പകല് വെറുതെ ഇരിക്കുമ്പോൾ ഇരുന്ന് ഓർഡർ ചെയ്ത് ഇവിടെ ഞാൻ വന്ന് നോക്കുമ്പോണ്ട് ഇങ്ങനെ നോക്കുക. അപ്പൊ അങ്ങനെയുള്ള ചെയ്ത സംഭവം ഉണ്ടാ. അതിൽ കുറച്ച് ഭ്രാന്തിയാണിത്. ഇതൊക്കെ ഒട്ടിച്ചതാ. എനിക്ക് അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ട് പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ ഈ വീട്ടിൽ വരുമ്പോഴാണ് ഈ സാധനത്തിനെ കാണുന്നത്. ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോ ഇങ്ങനെ ഒച്ച വന്ന് ഞാൻ പേടിച്ചു. എനിക്ക് പെട്ടെന്ന് പേടിക്കും ഞാൻ. ഇങ്ങനെ പെട്ടെന്ന് സൗണ്ട്. ഒരു ദിവസം ഇവിടെ എണീച്ച് വന്നപ്പോ ഒച്ച കേട്ടപ്പോ എന്തായിരുന്നു ഒരു സ്മെല്ല് വരുന്നത്. ഇങ്ങനെ ആയി പോണ്. ഇത് ടൈമർ ഇവിടെ വെച്ചുകൊണ്ട് നമ്മുടെ റൂം ഫ്രഷ്നർ ഇല്ലേ, എയർ ഫ്രഷ്നർ, അതപ്പോ തന്നെ ഇങ്ങനെ ചീറ്റി പോന്നോളൂ. ഇപ്പൊ കുറെ പരസ്യം വരലുണ്ട് ഇതിന്റെ. ഒരു കോള് വന്നു. ഓക്കെ അപ്പോ അതാണ് നമ്മുടെ ലിവിങ് ഏരിയ. പിന്നെ ഒരു പ്ലാന്റും കൂടെ ഉണ്ട്. ഇത് എന്താ പറയാ, നാച്ചുറൽ അല്ല, പ്ലാസ്റ്റിക് ആണ് കേട്ടോ. നമ്മള് ബ്രോഡ്വേന്ന് വാങ്ങിയതാണ്. ഇതത്രല്ല നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇവള് കാണിച്ചു തരട്ടെ. ഓക്കെ, അപ്പൊ നമ്മള് ഇത് കഴിഞ്ഞിട്ട് മെല്ലെ നമ്മൾക്ക് ഡൈനിങ് ഹാളിലേക്ക് പോവാം. പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ, നമ്മളൊരു കുഞ്ഞു ഡൈനിങ് ഹാൾ. ഇവിടെ ലൈറ്റ് ഇടാം. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഓവർ ഇവിടുന്ന് ഫുഡ് കഴിക്കല്ല. മെയിനായിട്ട് ഓഫായോ? മെയിനായിട്ട് നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്നാണ് ഫുഡ് കഴിക്കുക. ഇവിടുന്ന് ഡൈനിങ് ഹാളിൽ നിന്നാണ് ഫുഡ് കഴിക്കുക. സോറി, ലിവിങ് റൂമിൽ നിന്ന്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുക. കാരണം നമ്മളെപ്പോഴും എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് ഫുഡ് കഴിക്കൽ ശീലിച്ചു പോയി. അപ്പൊ നമ്മൾ അവിടെ നിന്നാണ് മെയിൻ ഫുഡ് കഴിക്കുക. സ്റ്റാർട്ടിങ് നമ്മൾ ടേബിൾ വാങ്ങിയതിന്റെ പുതുക്കത്തിൽ നമ്മൾ ഇവിടെ ഇരുന്ന് കഴിച്ചായിരുന്നു. അത് തന്നെ, ഇത് വാങ്ങിയപ്പോ അപ്പൊ ഒരു കൗതുകം. അത് തന്നെ. പിന്നെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് പ്ലാന്റ്. ഈ വെള്ളം തട്ടിക്കെടുക്കുന്നുണ്ടല്ലോ. വെള്ളം അടിയില്ല അല്ല, ഇവിടെ. ഓക്കെ, ഇതാണ് സ്നേക്ക് പ്ലാന്റ്. ഇത് ഞാൻ ഭയങ്കര വാശി പിടിച്ച് വാങ്ങിയൊരു സാധനമാണ്. എനിക്ക് ഇനിയും പ്ലാന്റ്സ് വാങ്ങി നിറയ്ക്കണം എന്നുണ്ട്. പക്ഷെ ഒരു പേടിയുണ്ട്, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പ്ലാന്റ്സിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ വാടിപ്പോവില്ല. സ്നേക്ക് പ്ലാന്റ് മെയിൻ്റനൻസ് കുറവാണ്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. മെയിൻ്റനൻസ് കുറവുള്ളത് നമ്മൾ നോക്കിയെടുത്തതാ. അപ്പൊ അങ്ങനെ. ഒരു മിനിറ്റ്, അവൾക്ക് കോൾ വന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു ഡൈനിങ് ഹാൾ. ഇത് ഒരു ദിവസം ഇവിടെ എണീച്ചപ്പോ ഇവിടെ എല്ലാം റെഡി ആയി കിടക്കുന്നുണ്ട്. ഈ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു വിന്റേജ് ക്ലോക്ക് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വിന്റേജ്. ഇതിന്റെ ഇവിടെ ബാറ്ററി ഇത് നല്ല രസമാട്ടോ സംഭവം. ബാറ്ററി ബാറ്ററി ഇട്ടിട്ടുണ്ട്. ഇതെങ്ങനെ പൂട്ടും? ഇത് നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു സാധനം. പഴയ ഒരു ടച്ച്. അതൊക്കെ ഞാൻ ഹാങ് ചെയ്ത എന്റെ കലാവിരുദ്ധകളാണ്. ഓക്കെ, നോട്ട് യുവേഴ്സ്. പിന്നെ ഈ ടേബിള് ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ടേബിൾ കണ്ടിട്ട്? കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരു റെസ്റ്റോറന്റ് സ്റ്റൈലിൽ ടേബിൾ സെറ്റ് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ടാണ് റെസ്റ്റോറന്റ് ചെയ്യുന്ന അവരുടെ അടുത്ത് നമ്മൾ വാങ്ങിയത്. ആടുന്ന് വാങ്ങിയതാ. കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു സംഭവം സെറ്റപ്പ്. ഗ്ലാസ് ഇല്ലായിരുന്നു, നമ്മൾ പറഞ്ഞു ചെയ്യിപ്പിച്ചാണ് ഗ്ലാസ് ഇടിക്കാനായിട്ട്. പിന്നെ ഇവിടുത്തെ നമുക്ക് ഇത് എൻ്റെ ഒരു ക്യാൻഡിൽ. ഇത് തീരാനായി, ഇനി അടുത്ത് വാങ്ങണം. ഇത് ഒരു വാഷ് ബേസ് ഏരിയ. നമുക്ക് അണുക്കളുണ്ടെങ്കിൽ കൈയൊക്കെ വരച്ച് കഴിക്കും. കമന്റ് സെക്ഷനിലെ അണുക്കളെയാണോ താങ്കൾ? അതെ. പിന്നെ ഇത് നമ്മൾ പഴയ ഫ്ലാറ്റിലിട്ട് അതേ കർട്ടനാണ് കേട്ടോ. അതൊക്കെ ഓൾഡ് ആയിട്ട്. പിന്നെ ഇത് നമ്മുടെ പഴയ ഫ്ലാറ്റിൽ നമ്മൾ വെച്ച സംഭവമായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി നമ്മൾക്ക് നേരെ കിച്ചണിൽ പോകാം. ഒരു ഓപ്പൺ കിച്ചൺ ആണ്. പിന്നെ ഇവിടാണ് നമ്മളെ ഫ്രിഡ്ജ് വരുന്നത്. ഫ്രിഡ്ജ് നമുക്ക് ആക്ച്വലി സെറ്റ് ചെയ്യാൻ
എന്താ പറയുക, ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ വാഷിംഗ് മെഷീൻ ആണ് അവിടെ ഇടേണ്ടത്. ലൈറ്റ് ഇട്ടാണ്. ഇവിടാണ് ഫ്രിഡ്ജ് വരിക. ഇതൊരു കിച്ചൺ. ഇത് ആക്ച്വലി പാർട്ടീഷൻ വരേണ്ടതായിരുന്നു, പക്ഷെ ഇവിടെ പാർട്ടീഷൻ ഇല്ല, എല്ലാം ഓപ്പൺ ആയിട്ട് തന്നെ. അപ്പോൾ നമ്മൾ ഇവിടെ മെഷീനൊക്കെ ഇട്ടു. നമ്മുടെ പഴയ സാധനം. യെസ്, ഇവിടെ പാത്രങ്ങളൊക്കെ കഴിയും. പിന്നെ കുറേ ഷെൽഫ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുന്നത്തെ ഫ്ലാറ്റിൽ നമ്മൾ നിന്നപ്പോഴും തീരെ സ്പേഷ്യസ് ആയിരുന്നില്ല. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു സഫോക്കേറ്റിംഗ് ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നമുക്കൊരു കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് ഒരു ബെറ്റർ പ്ലേസ് വേണമെന്ന് മെന്റലിയും കൂടെ തുടങ്ങിയ ഒരു ടൈം. എക്സാക്ട്ലി. പിന്നെ നമ്മളാണെങ്കിലും പെറ്റ്സ് കാര്യങ്ങളൊന്നും ഇനി വേണ്ട. നമുക്ക് ലൈക്ക് നമ്മളെ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യണം, എൻജോയ് ചെയ്യണം, സ്റ്റേബിൾ ആക്കണം. നമ്മൾ തന്നെ ഒന്ന് ഫോക്കസ് ചെയ്യണം, റാദർ ദാൻ വേറൊരു ഡിസ്ട്രാക്ഷനും ഇല്ലാണ്ട്, റെസ്പോൺസിബിലിറ്റിയും ഇല്ലാണ്ട്. സോ അത് മെയിനാണ്. സോ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ തലയിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾക്ക് മാറാനുള്ളൊരു ഇത് തോന്നിയത്. പിന്നെ ഇത് ഞാൻ പറയട്ടെ കുറിച്ച്. ഓക്കെ, നിങ്ങളുടെ പെണ്ണുമ്പുള്ള. പിന്നെ നമ്മൾ അന്ന് മിക്സി വാങ്ങിയെന്ന് പറഞ്ഞല്ലോ. ഇതിൽ നമ്മൾ ജ്യൂസറിൻ്റെ ഇത് വരുമ്പോൾ ഞങ്ങൾക്കൊരു ഡ്രോബാക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ജ്യൂസർ അടിക്കില്ലേ, ഫ്രഷ് ജ്യൂസ്, അത് ഇതിലല്ല മറ്റേ ആണ് അടിക്കുന്നത്. മുന്നേ കാണിച്ചിട്ടുണ്ട്. പ്രീതിയുടെ കേട്ടോ പറയുന്നത്. അപ്പം അതിൽ അടിക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് വരുന്നില്ല കേട്ടോ. ഫുള്ള് അതിൻ്റെ ചണ്ടിയില്ലേ, എന്താ പറയാ, ചണ്ടി എന്ന് പറയില്ലേ, ചണ്ടി. അപ്പം അതും കൂടെ അടിഞ്ഞിങ്ങനെ പോകുന്ന ഒരു സംഭവം ഉണ്ട് ഇല്ലേ? എനിക്ക് തോന്നി. അപ്പൊ നമ്മൾ ക്യാരറ്റ് അടിച്ചിട്ട് അങ്ങോട്ട് റെഡി ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ബ്ലഞ്ചറ്റിന്റെ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ബ്ലഞ്ചറ്റിന്ന് നിങ്ങൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇൻസ്റ്റയിൽ അടിച്ചു കൊടുത്ത് ഇവരുടെ ഇതിലോട്ട് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ്. ബുദ്ധ നമ്മൾ എവിടുന്നാ എന്ത് വാങ്ങിയത്? സ്റ്റാച്യു എയർപോർട്ടിന്നല്ലോ. അല്ല, മണാലിന്നാണോ? മണാലിന്നാ വാങ്ങിയത്. സോ മണാലിന്ന് വാങ്ങിയൊരു സ്റ്റാച്യു കേട്ടോ. എനിക്ക് ഐ എം എ വെരി ബിഗ് ഫാൻ ഓഫ് ബുദ്ധിസ്റ്റ് റിലീജിയനെ പറ്റിയിട്ട് എനിക്ക് വലിയൊരു ധാരണ അല്ല. ബട്ട് ഐ എം എ ബിഗ് ഫാൻ ഓഫ് ബുദ്ധ സ്റ്റാച്യൂസ്. ആ നേർക്ക് അതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ നന്നാക്കിയിട്ട എല്ലാ സാധനങ്ങളും എനിക്ക് അങ്ങനെ തന്നെ കാണണം. ഭയങ്കര ഒരു പ്രശ്നമാവലുണ്ട്. ആ പ്രശ്നത്തിലോട്ട് നമുക്ക് വരാം. പിന്നെ ബുദ്ധ മാത്രമല്ല, ഇവിടെ എല്ലാവരും ഉണ്ട്. അള്ളാഹു ഉണ്ട്, ക്രിസ്ത്യാനി ലേശു ഉണ്ട്, എല്ലാവരും ഉണ്ട്, കിളികളുണ്ട്. അള്ളാഹു അത് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രെയിം ഞങ്ങൾ വാങ്ങി വെക്കും എന്തായാലും. അത് നമ്മള് പട്ടുമല പള്ളി പോയപ്പോ നമ്മള് ഒരു അടുത്തൊരു മെമ്മറിക്കായിട്ട് വാങ്ങിയ ഒരു കൊമ്പ്. പക്ഷെ അതിന്റെ ഒരു കളറ് പോയി, കളറ് പോകുന്നുണ്ട്. പുള്ളി ഇട്ടില്ലെങ്കിൽ കളറ് പോകില്ലാന്ന് പറഞ്ഞതാ. പക്ഷെ ചേട്ടനത് കാണുന്നുണ്ടെങ്കിൽ കളറ് പോയി. അത് മേ ബി എന്തെങ്കിലും കാരണം കൊണ്ടായി, ചൂടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. മഞ്ഞ വഴിക്ക് ഞാൻ കഴുത്തിലിട്ടായിരുന്നു. എനിക്കൊരു ക്യൂരിയോസിറ്റി, വാങ്ങി പുതിയതല്ലേന്ന്. പിന്നെ അവിടെ നമ്മള് ഡ്രസ്സ് ഇടുന്ന ഒരു കൊട്ട. ബ്ലേ പറഞ്ഞോ. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, ഇവിടെയൊക്കെ ഞങ്ങളെ ഫോട്ടോസ് ഒട്ടിച്ച് വെച്ചു കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് വീട് എന്ന് പറയുന്നത് ഭയങ്കര വൃത്തിയായിട്ട് നല്ല ഭംഗിയിൽ സൂക്ഷിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു ഭംഗി വൃത്തികേടാക്കുന്ന ക്യാമറ വുമണിനോട് എനിക്ക് പറയാനുള്ളത്, ഇനി വൃത്തികേടാക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ. ഇതും മണാലിയിൽ നമ്മൾ വാങ്ങിയൊരു റെയിൻബോ ആണ്. പിന്നെ ഇതാണ് നമ്മളെ ക്യൂട്ടായിട്ടുള്ളൊരു ഗിഫ്റ്റ്. അമാനേന്ന് കിട്ടിയതാട്ടോ. ഞങ്ങൾ ഇവിടെ വെച്ചേക്കാണ് ഫോർ ആർ മെമ്മറി. യെസ്, ഇത് അവിടെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഗിഫ്റ്റാ. പിന്നെ ഈ ഒരു സാധനം അവിടെ ഉണ്ട്. ഇതിനെ പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? ഞാനാണ് ശരിക്കും പറയുന്നത്. ഇഫ് യു വാണ്ട് ടു സേ യു കം. മരുന്ന് കാര്യങ്ങൾ ഇതൊക്കെ വെക്കാനായിട്ടൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയൊക്കെ പോകുമായിരുന്നു. മാറി പോവാൻ മീൻസ് മടിയുമാവും. പിന്നെ നമ്മൾ കുറെ എടുക്കാനും പിടിക്കാനൊക്കെ. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ ഡെയിലി മരുന്ന് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഓരോ ദിവസവും മോർണിംഗ്, നൂൺ, നൈറ്റ് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞൂടെ. ഓളാണ് ഇതിന്റെ ബാക്കിലുള്ള എല്ലാ മരുന്നിന്റെ ആള് ഞാനാ. വേറെ മരുന്നൊന്നല്ല, വെച്ചിട്ട് പോയാൽ മതി മോള്. അപ്പൊ അത് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം നമ്മൾ മെഡിസിൻ കഴിക്കുന്നുണ്ട്, ഇപ്പൊ വിറ്റാമിൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്, സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇതിന് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു അത്. പക്ഷെ അതിലെ എഴുത്ത് മാഞ്ഞു പോവും. പക്ഷെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഒരു ഓർമ്മയ്ക്ക് എടുത്താൽ കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെ നമ്മുടെ മണാലിയിൽ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ കേട്ടോ. അടിയും പറ്റുമ്പോൾ ഇതാണ് സംഭവം. പിന്നെ അവിടെയും കുറച്ച് സാധനങ്ങൾ. ഇവിടെ നമ്മള് നമ്മുടെ ബാക്കിയുള്ള കുറച്ച് ഫോട്ടോസ് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഒട്ടിച്ചതാണ്, ആണി അടിക്കാൻ
ആണി അടിച്ചിട്ടില്ല. ആണി അടിക്കാനുള്ള ഫോട്ടോസ് ഉണ്ട്. അത് പിന്നെ നമ്മൾ റെന്റലായിട്ട് നിൽക്കുമ്പോൾ അത് പിന്നെ വരുന്ന ഒരു ഇതാണ് കേട്ടോ. ചില ഓണേഴ്സ് നമ്മളോട് ആണി അടിക്കരുത് പറയും, പശ കൊണ്ട് ഒട്ടിക്കരുത് പറയും. ശരിക്കും പറഞ്ഞാൽ ആണി അടിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഭയങ്കര വൃത്തികേടാവും. വൃത്തികേടാവും. പക്ഷെ നമ്മളിപ്പോ കുറച്ച് കുറവായി. നമ്മള് ഇപ്പൊ കുറെ ഉള്ള ഫോട്ടോ ഫ്രെയിംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പഴയ ഫ്ലാറ്റിൽ ഒട്ടിച്ച് വെച്ചായിരുന്നു. ഒട്ടിച്ചല്ല, ആണി അടിച്ച് വെച്ചതാണ്. പക്ഷെ അതിവിടെ അടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഫോട്ടോ ഫ്രെയിംസ് പക്ഷെ എന്നാലും അത് വലിയ ഫ്രെയിംസ് അത്യാവശ്യം ഫില്ലാവുന്നല്ലേ. പക്ഷെ അതൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ആണി അടിക്കാണ്ട് വേറെന്താ എങ്ങനെ തൊട്ടിപ്പിച്ച് നിർത്തും എന്നുള്ള ഒരു ഇതിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ അതൊരു ഡ്രോബാക്ക് ആണ്. റെന്റലായിട്ട് നമ്മൾ നിൽക്കുമ്പോ നമ്മുടെ പിന്നെ കുഴപ്പമില്ലല്ലോ, നമുക്ക് എടുത്ത് അടിക്കാം. പറയുന്ന this cuckoos of ours, this is a common cuckoos, I mean bathroom. ഇതൊന്നും പ്രത്യേകിച്ചില്ല. വാഷ്റൂം കുറച്ച് വലിയ വാഷ്റൂം ആണ്. നമുക്ക് 2 വാഷ്റൂം ആണുള്ളത്. കോമൺ ഒന്ന് മെയിൻ ബെഡ്റൂമിൽ വരുന്നുണ്ട്, മറ്റേ ബെഡ്റൂമിൽ വരുന്നത് കുറച്ചുകൂടെ ചെറിയ. ഇതൊരു ബെഡ്റൂം ആയിരുന്നു കേട്ടോ. ഇതാണ് ഒരു ഡൈനിങ് ഹാൾ ആക്കിന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ഇതും നമ്മള് മറ്റേ പ്ലാസ്റ്റിക്കിന്റെ കൂടെ കാണിച്ചു തന്നെ, അതിന്റെ കൂടെ ബ്രോഡ്വേന്ന് വാങ്ങിയ ഒരു ഫ്ലവർ ആണ്. ഇങ്ങോട്ട് പോവാം. ഇതാണ് നമ്മള് ഇവിടെ ലൈറ്റ് അവിടെ. ഇതാണ് നമ്മൾ എല്ലാം ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ യൂഷ്വലി എല്ലാം വെക്കും ഇവിടെ. ഒരു സ്റ്റോർ സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിപ്പോ അധികം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ കുത്തി നിറച്ചിട്ടേക്കാണ്. വിത്ത് നീറ്റ്നെസ് ആണ് കുത്തി നിറച്ചിട്ടേക്കുന്നത്. വൃത്തിയിലാണ് വെച്ചേക്കുന്നത്, വൃത്തിയോടൊന്നുമില്ല. അങ്ങനത്തെ ഒരു സ്പേസ് ആണ്. ഇവിടെ ഒരു ബാൽക്കണി ഏരിയ ഉണ്ട് നമുക്ക്. പിന്നെ ഇവിടെ അയലുണ്ട് കേട്ടോ. ഈ അയലുമലാണ് ഞങ്ങളെപ്പോഴും ചിക്കല്. പിന്നെ ഇതിലും ചിക്കും. അത് ഭയങ്കര നല്ലൊരു സംഭവമായിരുന്നു. മേളില് ഈ സാധനം പിടിപ്പിച്ച് തന്നിട്ടുണ്ടേ. അത് ഇവിടെ ഓണർ തന്നെ ചെയ്ത സാധനമാണ്. അപ്പൊ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം അല്ലാണ്ട് നമ്മള് ഇങ്ങനെ നൂർത്തി ഇങ്ങനെ ചിക്കാനൊന്നും നമുക്ക് കുറച്ച് മടിയായിരിക്കും. പക്ഷെ ആ സാധനം ഉണ്ട് നമ്മുടെ കയ്യില്. നമ്മൾ രണ്ടും യൂസ് ചെയ്യും. അധികം നമ്മളിപ്പോ യൂസ് ചെയ്യലുണ്ട്. നമ്മുടെ പഴയ ഫ്ലാറ്റത്തെ സാധനമാണ് ഇത്. പിന്നെ മറ്റേ കൊട ലൈറ്റ് ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ വാക്യൂം. പിന്നെ ആണി അടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ ബോർഡ് ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് പഴയ എന്താ ജാനപജങ്ക സാധനങ്ങൾ അങ്ങനെ എന്തോ പറയുന്നത്. ഇത് പിന്നെ നമ്മളെ എന്താ പറയാ, നമ്മളെ ഓൾഡ് മെമ്മറീസ് ആൻഡ് ഐറ്റംസ് ഒക്കെ ഇതിലുണ്ട്. അതൊക്കെ വീഡിയോ വരുന്നതായിരിക്കും. ഈ ബോക്സിൽ നമ്മുടെ ഫോട്ടോ ഫ്രെയിംസ് കുറച്ച് സാധനങ്ങളുണ്ട്. അവിടെ ഒരു യോഗ മാറ്റ്. പിന്നെ ഈ ടേബിള് നമ്മൾ പഴയ റൂമില് നമ്മള് എന്താ പറയാ ആദ്യമായിട്ട് വാങ്ങിയൊരു ടേബിളായിരുന്നു നമ്മുടെ അങ്ങോട്ട് പഴയ ഫ്ലാറ്റിലോട്ട്. ഇപ്പൊ നമ്മളിത് എല്ലാം അങ്ങനെ ഡംപ് അതുപോലെ തന്നെ നമ്മൾ തേക്കാൻ എടുക്കുന്ന അയേൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അതിന് വേണ്ടി യൂസ് ചെയ്ത് ഞങ്ങളിപ്പോ അതാണ് ബെഡ്ഷീറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആക്കി വെച്ചേക്കുന്നത്. വാക്യൂം ക്ലീനറിന്റെ ബോഡി ഇല്ലാണ്ട് തുണിയില്ലാണ്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നെ അത് കുറച്ച് മേക്കപ്പ്, സ്കിൻ കെയർ ഐറ്റംസ്. സ്കിൻ കെയർ വീഡിയോ ഇടാട്ടോ ഞങ്ങള്. സ്കിൻ കെയർ ഒക്കെ ഇടും. പിന്നെ ബാഗ്, ഇത് ഓഫീസിന്റെ സംഭവങ്ങള്. പിന്നെ ഇവിടെ നോക്കണ്ട കുറെ തുണികൾ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് നമ്മളെ മാസ്റ്റർ ബെഡ്റൂം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ബെഡ്റൂം. ലൈറ്റ് ഒന്നും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ സ്പേസ്. ഇതും നമ്മൾ അധികം യൂസ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ്. ഓക്കെ, പിന്നെ ഇവിടെ എൻ്റെ കലാവിരുതുകളൊക്കെ ഉണ്ട്. ഇവിടെ മെയിനായിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഏറ്റവും ഇഷ്ടം ഈ ഒരു ബാൽക്കണി സ്പേസ് ആണ് കേട്ടോ. കാരണം ഇതൊരു എൽ ഷേപ്പിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ല രസമാണ്. ഒരു ഈവനിങ് ടൈമിലൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്താ വെച്ചാൽ ഇവിടുത്തെ പൂൾ ഏരിയ ആണ് കേട്ടോ. അതൊരു രക്ഷയില്ല. പൂളിൻ്റെ സ്പേസ്, നമ്മളെ പൂളിൻ്റെ ആ ഒരു ഏരിയയിൽ എപ്പോഴും ഈവനിങ് ഒക്കെ പോയി നമുക്ക് ഇരിക്കാൻ തോന്നും. ഞങ്ങൾ അധിക സമയം സൺസെറ്റ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ പോകും മുകളിൽ ഏറ്റവും ടോപ്പിലാണ്. അപ്പം ഇതൊരു വാഷ്റൂം. ഇതാണ് ചെറിയൊരു വാഷ്റൂം. പിന്നെ അവിടെ ഒരു വലിയ മിററൊക്കെ ഉണ്ട്. അവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. ചെറിയൊരു വാഷ്റൂം. ബട്ട് എല്ലാം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കയറിയപ്പോഴും. അതൊരു മെയിൻ പോയിന്റ് ആയിരുന്നു. എല്ലാം നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തു. ഇത് നമ്മളെ എല്ലാ സാധനങ്ങളും കപ്പേർഡ്. ഇതാണ്ട് ഇവള് പൂവൊട്ടിച്ചതാ. എനിക്ക് ചില സമയം അങ്ങനത്തെ പ്രാന്ത് വരും, പൂവൊട്ടിക്കാനൊക്കെ തോന്നും. ഈ മിററൊക്കെ ഇവിടെ ഉണ്ടായിരുന്നുണ്ട്. ഇതൊന്നും നമ്മൾ വാങ്ങിയതൊന്നുമല്ല. യെസ്, ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്.
പിന്നെ നമുക്ക് വേറൊരു ഇത് തോന്നിയത് ഒരു അൽമാരയും കൂടെ വാങ്ങണം എന്നുണ്ട്. കാരണം ഇതില് നമ്മള് പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, അത് നമ്മള് യൂസ്ഡ് ആയി അല്ലെ. ഇപ്പൊ എനിക്കും അങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. കാരണം കൊറേ ഒന്നും ഇല്ല, അത്യാവശ്യത്തിനുള്ളൂ. ഓപ്പൺ ആക്കുന്ന ഇതിൽ അങ്ങനെ വേണ്ട, വൃത്തിയാക്കിട്ട് ഓപ്പൺ ആക്കാം. ഓക്കെ, അപ്പൊ അതാണ് നമ്മളെ മെയിൻ സംഭവങ്ങളൊക്കെ. ദിസ് ഇസ് അവർ സ്പേസ്. സോ ഇത്രേ ഉള്ളൂ മെയിനായിട്ട് കാണിക്കാൻ, വേറെ ഇപ്പൊ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോ എന്താ പറയാ, ഒന്നും കൂടെ ഒന്ന് സെറ്റൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ വീണ്ടും ഇടുന്നതായിരിക്കും. കാരണം ഈ സൈഡ് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഏരിയാസ് ഒക്കെ കുറച്ചുകൂടെ കവർ ചെയ്യാനുണ്ട്. അതുപോലെ പ്ലാന്റ്സ്. പിന്നെ ഞങ്ങള് എന്താ പറയാ, കുറെ പേര് ചോദിക്കും എന്താ പറയാ സ്വന്തം ഫ്ലാറ്റ് എടുക്കും, സ്വന്തം ഫ്ലാറ്റ് ഒക്കെ എടുക്കും. ഇൻഷാല്ലാ എടുക്കുന്നതായിരിക്കും വിത്തിൻ ഫ്യൂ ഇയേഴ്സ്. ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ട്. എന്തായാലും എടുത്തൊക്കെ ആയിട്ടൊക്കെ ഞങ്ങളെയും കാണിക്കുള്ളൂ, അത് വേറെ കാര്യം. അത് നമ്മളെ പ്ലാനിലുണ്ട്, ബക്കറ്റ് ലിസ്റ്റിലുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഈ ഹോം ടൂർ അല്ലേ? നമ്മൾ ചെറിയൊരു സ്പേസ് ഞങ്ങൾക്ക് ഭയങ്കര ലൈക്ക് ഇവിടേക്ക് വന്നതിന് ശേഷം ടു ബി ഫ്രാങ്ക് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ടു ഹാവ് ദി സ്പേസ്. കാരണം അല്ല, മുന്നേ ഹാപ്പി ആണെന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തോട് അത്രക്കൊരു ഇതുണ്ടായിരുന്നില്ല. ബട്ട് ഇവിടെ ഉണ്ടായില്ലെങ്കിലും നമുക്ക് അവിടുന്ന് കുറെ നല്ല കാര്യങ്ങളും അറ്റ് ദ സെയിം ടൈം ബാഡ് എക്സ്പീരിയൻസസും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നല്ലൊരു ലെസൺ ആയിട്ട് മാത്രം എടുക്കാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ കംപ്ലീറ്റ് ന്യൂ സ്റ്റാർട്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും. കാരണം നമ്മളിവിടെ നേരത്തെ പറഞ്ഞിട്ട് തന്നെ നമ്മള് പെറ്റ്സ് ഇപ്പൊ ഒന്നും വേണ്ടെന്നുള്ളൊരു ഇതിലെത്തി. ഇപ്പൊ ഈ അടുത്ത് ഞങ്ങൾക്ക് വേറൊരു തോട്ടം ഉണ്ടായിരുന്നു, എന്തായിരുന്നു ഷുഗർ ഗ്ലൈഡറിനെ വാങ്ങിയാലോ. അതിനെ പറ്റി ഇന്നലെ ചോദിച്ചു വെച്ചിട്ടുള്ളൂ ഒരാളെ കൊടുക്കാം. പക്ഷെ അതാണ് സംഭവം. കാരണം നമ്മള് ഇമോഷണലി നമ്മളും ഇൻവെസ്റ്റ് ചെയ്യണം. അത് ചെയ്യാണ്ടിരിക്കൽ കുറച്ചൊരു വാങ്ങി വെക്കാൻ എളുപ്പമാണ്, പക്ഷെ നമ്മൾ അവർക്ക് അവൈലബിൾ ആയിട്ടിരിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഇട്ടിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇപ്പൊ വേണ്ട, ഒന്നുകൂടെ ഒന്ന് സെറ്റിലായി ഒന്ന് കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് ലൈക്ക് സ്മൂത്ത് ആയിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഞങ്ങൾക്ക് ഞങ്ങളെ ഒന്ന് ഫോക്കസ് ചെയ്യണം. കുറേ ആയിട്ട് ഞങ്ങൾ കാര്യങ്ങളിലും മറ്റുള്ളവരിലും ഒക്കെ ഫോക്കസ്ഡ് ആയിരുന്നു, എനർജിയും കാര്യങ്ങളും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത്. And we learned a lot of lesson. That's what from people we can say. Appo yeah, everything was beautiful. എല്ലാം. അപ്പോൾ ഇനി എന്താ പറയാ, അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ചെറിയ ഭവനം ഞങ്ങൾക്ക് ഇനിയും ഹാപ്പിനെസ് തരട്ടെ, നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ. എല്ലായിടത്തും നമുക്ക് നല്ലതും ചീത്ത ഉണ്ടാവും, പക്ഷെ ചീത്ത വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും പിടിച്ചെടുക്കാൻ പറ്റട്ടെ. ലൈക്ക് അതൊരു നല്ല ലെസൺ ആയിട്ട് മാത്രം എല്ലാവർക്കും കൊടുക്കാം, എല്ലാവർക്കും, ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും കാണുന്നവർക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞങ്ങൾ രണ്ടുപേരും വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നിയത് ഞങ്ങളുടെ ഈ ഒരു ചെറിയ വീടിനെ പറ്റിയിട്ടൊന്ന് പറയണേ. നമ്മൾ നിൽക്കുന്നത് നമ്മളുടെയാണ്, അതുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി നമ്മൾ നിൽക്കുന്ന സ്പേസ് നമ്മൾ തന്നെ ആയിട്ടല്ലേ, വീട്ടിലല്ലോ ഒരു സ്പേസ്. ഒരു ഹോമും ഹൗസും തമ്മിലൊരു വ്യത്യാസം ഉണ്ടല്ലോ. എന്താ അവിടെ നോക്കും. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയില് കാണാം. ബൈ.